കുസാറ്റ് ക്യാമ്പസിലൂടെ അഭിജിത്ത് ഓടിച്ച ഈ റേസിംഗ് കാർ ചിലർക്കാരനല്ല. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഏറ്റവും മികച്ച കാറായി ഇതിനെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തിരുന്നു. ഈ കാർ നിർമ്മിച്ചതിന് നേതൃത്വം കൊടുത്തത് ആസിഫാണ്. ഇതെന്താണ്, നിങ്ങൾക്ക് ഈ കാറിലൂടെ എന്ത് നേട്ടമാണ് കൈവരിക്കാൻ കഴിഞ്ഞത്? ഫോർമുല ഭാരതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി ഒരു 60 പീപ്പിൾ ആണ് നമ്മുടെ ടീമിൻ്റെ മാക്സിമം സ്ട്രെങ്ത് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷന് പോയത് 47 സ്റ്റുഡൻസ് ആയിരുന്നു നമ്മുടെ ടീമിലെ ടോട്ടൽ മെമ്പേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. കേരളത്തിലേക്ക് ഇതുവരെ ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് നമുക്കൊരു പ്രൈസും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് എന്ന രീതിയിലും യതി റേസിംഗ് എന്നുള്ള ടീമിൻ്റെ അണ്ടറിൽ ഞങ്ങൾക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റിയതിലും അവിടെ പോയി ഓൾ ഇന്ത്യ റാങ്ക് 1 ഓവറോൾ എന്നുള്ള ഒരു വലിയ നേട്ടം കൈവരിക്കാൻ പറ്റിയതിലും ഞങ്ങൾക്ക് അതേ സന്തോഷമുണ്ട്. ഫോർമുല ഭാരതിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ അതോടൊപ്പം IIT-കളൊക്കെ മത്സരിച്ചിട്ടുണ്ട്. നിങ്ങളെക്കാട്ടിൽ പലതരത്തിലും സൗകര്യങ്ങളുള്ള, ബുദ്ധി കൊണ്ടല്ല മറ്റു പശ്ചാത്തല സൗകര്യങ്ങളുള്ള പല സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ടോട്ടലായിട്ട് വന്നിരിക്കുന്ന ചിലവ് 8 to 9 ലക്ഷമാണ്. അപ്പോൾ നമ്മൾ അവിടെ വരുന്ന ടീമുകളെ നോക്കിക്കഴിഞ്ഞാൽ 22 ലക്ഷം 30 ലക്ഷം മുടക്കി വരുന്ന ടീമുകളാണ് നമ്മുടെ അവിടെ കാണാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് അവിടെ പല സമയത്തും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് നമ്മുടെ ഈ സ്റ്റിക്കേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ 4 സ്റ്റിക്കേഴ്സ് നമ്മുടെ ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ്റെ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് നമ്മൾ ഓരോ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് ലഭിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് അവസാന നിമിഷത്തിൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ഒരു ത്രോട്ടിൽ ബോഡിയിൽ ബാക്ക് ഫയർ ചെയ്ത് തെറിച്ചുപോയി. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഈ 2 സ്റ്റിക്കേഴ്സ് അവർ തിരിച്ചെടുത്തു. ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും ബാക്കിയുള്ള ടീമുകളുടെയൊക്കെ വേറെയുള്ള ടീമുകളിലൊക്കെ ഡൗൺ ആയി പോയുള്ളൊരു സമയത്തും ഞങ്ങൾ നിന്നത് ഞങ്ങളിത് ചെയ്യും, ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഇവിടെ ട്രാക്കിൽ ഓടിച്ച് ഫിനിഷ് ചെയ്തിട്ട് നേരെ തിരിച്ച് കുസാറ്റിലേക്ക് പോവുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റുള്ള ഈ ഒരു ടീമിന് എനിക്ക് കിട്ടിയതാണ് ഇവിടെ നിന്ന് കുസാറ്റിൽ നിന്ന് ഈ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകാൻ. കേരളത്തിലേക്ക് തന്നെ ഈ ഒരു ട്രോഫി വന്നതിന് കാരണം ഈ ഒരു ടീമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഗിരീഷ് സാർ. ഇപ്പോൾ ബിജു സാർ ഇവിടെ ഇല്ല, ബിജു സാറാണ്, ഗിരീഷ് സാറ്, അതുപോലെ തന്നെ പ്രിയദർശി സാറ്. ഇവർ 3 പേരും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളിത് ഉണ്ടാക്കിയില്ലായിരുന്നു. ഇവിടെ ഇടയ്ക്ക് ഈ ഒരു ടിൽറ്റിംഗ് ഇഷ്യൂ വന്നപ്പോൾ തന്നെ പല ടീമുകളും പല വർക്ക്ഷോപ്പുകാരെയും അല്ലെങ്കിൽ പലരുടെയും സപ്പോർട്ടോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ നമ്മുടെ കുട്ടികൾ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അത് ക്ലിയർ ചെയ്ത് വീണ്ടും ട്രാക്കിൽ ഇറങ്ങി എയർ 1 നമ്മൾ എത്തിച്ചത് ഈ കുട്ടികളുടെ മാത്രം മിടുക്കാണ്. ഐ ഹാവ് സീൻ സ്റ്റുഡൻസ് ഫുൾ നൈറ്റ് ചിലപ്പോഴൊക്കെ അവർ വർക്ക് ചെയ്യാറുണ്ട്. സോ ഭയങ്കര ഡെഡിക്കേഷനായിട്ട് വർക്ക് ചെയ്ത് അവർ പക്കായിട്ട് ജയിച്ചു വന്നു. ഷീൽഡിൽ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും IIT മദ്രാസൊക്കെ 2 തവണ കിരീടം നേടിയിട്ടുണ്ട്. അവിടെയാണ് അല്ലേ 2025 അടുത്ത പേര്. ആക്ച്വലി നെക്സ്റ്റ് ഇയർ ഞങ്ങളുടെ കുസാറ്റിൻ്റെ പേര് ഇവിടെ വരുന്നതാണ്. ഇതൊരു എവർ റോളിംഗ് ട്രോഫിയാണ്. നമുക്ക് ഈ വണ്ടി അവിടെ ഓടിക്കണമെങ്കിൽ കംപ്ലീറ്റ് സേഫ്റ്റിയാണ് അവർ മെയിൻലി പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. സേഫ്റ്റി പ്ലസ് ബെസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസൈൻ. അപ്പം ഇതിലെ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ വണ്ടി ഇവർ TI പാസ്സാക്കുക. സോ ഹോപ്പ്ഫുള്ളി കംപ്ലീറ്റ് നമുക്കറിയാം ഇത് കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. വി ക്യാൻ റൺ ഇൻ ട്രാക്സ്. ഈ ചിരിക്കുന്ന മുഖമാണ് നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. ഈ കാർ നമ്മുടെ റേസിംഗ് ട്രാക്കിൽ തന്നെ പ്രതീക്ഷിക്കാം. ജോയ്സിയാനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അരുൺ ശങ്കർ നമുക്കൊപ്പം ചേർന്നുണ്ട്. അരുൺ, ഈ യതി റേസിംഗ് ടീം സ്വന്തമാക്കിയത് വലിയൊരു നേട്ടമാണല്ലേ? കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു വിദ്യാർത്ഥികളും ഈ ഫോർമുല ഭാരത് മത്സരത്തിൽ ഇങ്ങനെ സമ്മാനം സ്വന്തമാക്കിയിട്ടില്ല. 1ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇവർ. അരുൺ, കൂടുതൽ പറയൂ ഈ ഫോർമുല ഭാരത് കോമ്പറ്റീഷനെ പറ്റിയും അതുപോലെ തന്നെ ഈ യതി റേസിംഗ് ടീമിനെ പറ്റിയും. തീർച്ചയായിട്ടും ആ കുട്ടികളുടെ നേട്ടം വളരെ വിലപ്പെട്ടതാണ്. കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഫോർമുല ഭാരതിൽ ഒരു ടീം വിജയിക്കുന്നത്. അതും ഇന്ത്യയിലെ തന്നെ പ്രമുഖ സർവകലാശാലകളിൽ നിന്നുള്ള ടീമിനെയും അതുപോലെ IIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ടീമിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ നേട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ തിളക്കം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. ഈ മത്സരം എന്ന് പറയുന്നത് നമുക്കറിയാം, റേസിംഗ് കാറുകളെ കുറിച്ച് അറിയാം. ഈ മത്സരം എന്ന് പറയുന്നത് ഇതിൻ്റെ സംഘാടകർ നിശ്ചയിച്ചിട്ടുള്ള ഒരു റൂൾ ബുക്കുണ്ട്. ആ റൂൾ ബുക്കിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ റേസിംഗ് കാർ നിർമ്മിക്കേണ്ടത്. അവർ ഇതിൻ്റെ വേഗതയേക്കാൾ ഇതിൻ്റെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ്, സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ബ്രേക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഈ വിദ്യാർത്ഥികൾ കുസാറ്റിലെ ടീം നിർമ്മിച്ച ഈ റേസിംഗ് കാറിൻ്റെ ഏറ്റവും സവിശേഷമായിട്ട് ഈ പാനൽ എടുത്തു കാട്ടിയത് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. വളരെ പക്കയായിട്ട് ബ്രേക്കിംഗ് ചെയ്ത ഒരു റേസിംഗ് കാറായിരുന്നു കുസാറ്റിലെ ടീം അംഗങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ ഓരോ മേഖലയിലും അവർ മെച്ചപ്പെട്ട പ്രകടനമാണ്, ഓരോ സാങ്കേതിക രംഗത്ത് മെച്ചപ്പെട്ട പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. അങ്ങനെയാണ് അവർക്ക് ഈ മത്സരത്തിലെ ഏറ്റവും മികച്ച ടീമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്തായാലും കുസാറ്റിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്, കേരളത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. നമ്മുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ ശോഭനമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു നേട്ടം കൂടിയാണ് ഈ കുട്ടികൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ റേസിംഗ് ട്രാക്കുകളിൽ കൂടെ കുതിച്ചു പായിട്ട് നമുക്ക്
പ്രതീക്ഷിക്കാം. കാരണം അങ്ങനെ ഫോർമുല റേസിംഗ് രംഗത്ത് മലയാളിയുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ്റെ ചുവടുവെപ്പായിട്ട് അത് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.